മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. സമൻസിന് മറുപടി നൽകിയേ തീരൂവെന്നും ഇ.ഡി. അന്വേഷണം തടയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർച്ചയായ സമൻസിലൂടെ ഇ.ഡി. ഉപദ്രവിക്കുന്നുവെന്നായിരുന്നു കിഫ്ബിയുടെ ആരോപണം. അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്ന് ഇ.ഡി. അറിയിച്ചു. ഇ.ഡിയുടെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കിഫ്ബി സാവകാശം തേടി. നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും നിയമവിധേയമായാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇന്നും ആവർത്തിച്ചു. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. ഇനി ആ രേഖ ഇ.ഡി. കാണിച്ചത് എന്താ വിശദീകരിക്കുന്നത്? ഒന്ന്, കിഫ്ബി ബോർഡ് ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ ഒരു വേദിയല്ല. സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ ഈ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ അതേ കോടതി തന്നെ ഇ.ഡിയുടെ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല, അതുമായി സഹകരിക്കുമെന്ന് കിഫ്ബിയെ വിമർശിച്ചുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയ സാഹചര്യം എന്താണ്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ കിഫ്ബിക്ക് ഒട്ടും ശുഭകരമായിരുന്നില്ല ഇന്നത്തെ കാര്യങ്ങൾ. കോടതി തുടങ്ങിയത് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമൻസിനോട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തോടെയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അത് കൊടുക്കാൻ സാധിക്കില്ല, അതിനാലാണ് സഹകരിക്കാത്തതെന്ന്. തുടർന്ന് ഈ ഇ.ഡി. തന്നെ ആ സമൻസ് പിൻവലിച്ച് നിങ്ങൾക്കൊരു പുതിയ സമൻസ് തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സഹകരിക്കുകയല്ലേ വേണ്ടത്? ഒന്നുകിൽ രേഖകൾ നൽകാമെന്ന് പറയൂ, അല്ലെങ്കിൽ നൽകില്ല എന്ന് പറയൂ. എന്തായാലും സമൻസിനോട് സഹകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കോടതി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ഇ.ഡിയുടെ സമൻസിനെ? അങ്ങനെ ഒരു ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. അതിന് കിഫ്ബി കൊടുത്ത മറുപടി, ഇത് ഭയത്തിന്റെ കാര്യമല്ല, നേരെ മറിച്ച് ഉപദ്രവമാണ് നടക്കുന്നത്, പീഡനം നടക്കുന്നു. 6ാമത്തെ സമൻസാണ് നൽകിയത്, 6 സമൻസാണ് ഇതുവരെ നൽകിയത്. അതിനാൽ തന്നെ ഇതിനോടകം തന്നെ മുഴുവൻ രേഖകളും കൊടുത്തതാണ്. ഇനിയിപ്പോൾ പറയുന്നത് സർട്ടിഫൈഡ് കോപ്പി വേണം എന്നുള്ളതാണ്. ഇത് അനുവദിക്കാനാകില്ല എന്ന് കിഫ്ബിയും നിലപാടെടുത്തു. പക്ഷെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഒരു കാരണവശാലും ഇനി ഇ.ഡിയുടെ അന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല. നിങ്ങൾ മുൻപ് പറഞ്ഞ കാര്യം എന്തായാലും കോടതി കേട്ടു. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽ ചോദിച്ചു, അത് നൽകാൻ സാധിക്കില്ല എന്ന് കോടതി കൂടി നിങ്ങൾക്കൊപ്പം നിന്നു. ഇനി ഒരിക്കലും ഈ അന്വേഷണത്തിലെ തടസ്സപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഉത്തരവും കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. തുടർന്ന് ഇ.ഡിയും പറഞ്ഞ കാര്യം ഇതാണ്, അന്വേഷണത്തോട് സഹകരിച്ചാൽ ഈ കേസ് വേഗം തീരും. മുൻപും പല പ്രമുഖരെയും അന്വേഷണത്തിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഫെമ കേസിൽ. അവരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, കേസും തീർന്നിട്ടുണ്ട്. കിഫ്ബിയും അതിന് തയ്യാറായേ മതിയാകൂ. ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ, ഇ.ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, കോടതിയെ അറിയിച്ചത്. ശ്രീകാന്ത്, അങ്ങനെയെങ്കിൽ ഈ നിരീക്ഷണം ഐസക്കിനും ഭംഗ്യന്തരേണ തിരിച്ചടിയാവുകയല്ലേ? ഒരു സംശയം വേണ്ട. കാരണം കിഫ്ബിക്ക് മാത്രമല്ല നോട്ടീസ് പോയിട്ടുള്ളത്, ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനും നോട്ടീസ് പോയിട്ടുണ്ട്. ആ നോട്ടീസ് ടി.എം. തോമസ് ഐസക് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തില്ല എന്നേ ഉള്ളൂ, കിഫ്ബി ചോദ്യം ചെയ്ത് എത്തി. അതിനാൽ തന്നെ കിഫ്ബിക്ക് ഒരു മറുപടി നൽകിയതാണ്. അത് പരോക്ഷമായി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനുമുള്ള മറുപടിയാണ്. കോടതിയിൽ നിന്നും ഈ സമൻസിന് എന്തായാലും മറുപടി നൽകിയേ സാധിക്കൂ. ഹാജരാവുകയോ ഹാജരാവാതിരിക്കുകയോ അതല്ല കോടതി പറയുന്നത്, സമൻസിന് മറുപടി നൽകുക എന്നുള്ളതാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇ.ഡി. ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു, അതിന്റെ ഭാഗമായി രേഖകൾ ആവശ്യപ്പെടുന്നു, അത് നൽകില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. അതാണ് കോടതിയുടെ നിലപാട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.